സീരിയലിനെ പോലെ തന്നെ ലൊക്കേഷനിലും വിക്രത്തിന്റെ ഉയരക്കുറവിന്റെ പേരിൽ വേദ വിക്രത്തെ കളിയാക്കാറുണ്ട്. പെട്ടെന്ന് കോപ്പി അടിച്ചു. സോറി ഇല്ല. ഇല്ല. വിക്രം പറയാറുണ്ട്, എന്ത് പറഞ്ഞു കളയാക്കും, എടി നീ ഹീൽസ് ഒന്നും കയറിയിട്ടല്ലേ. സത്യം ഞാൻ പറയാറുണ്ട്. ഹീൽസ് അല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള സാൻഡിൽസ് കിട്ടുമല്ലോ, കുറച്ച് വലിയ, അതൊക്കെ ഇടുമ്പോ പറയും നീ എന്തിനാണ് ഇതായിട്ട് കിട്ടുന്നത്, നോർമൽ സാൻഡിൽസ് ഇട്ടൂടാ കുട്ടി എന്ന് പറയാറുണ്ട്. ഓക്കെ ശരി, അതൊരു ഇതായിട്ട് എപ്പോഴും വിക്രത്തിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, അത് ഫണ്ണായിട്ട് പറയുന്നത്. കാരണം നമുക്ക് വേറെ ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉയരില്ല എന്നുള്ളൊരു കഴിവുകേടല്ലല്ലോ. അതെ, അതിനങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ശരി, നമ്മളൊക്കെ ഉയരുള്ളവരെയൊക്കെ വെട്ടിച്ചിട്ടല്ലേ നമ്മൾ ഈ ക്യാരക്ടറിലോട്ട് വന്നത്. മാത്രമല്ല നോക്കൂ, ഭയങ്കരമായിട്ടും കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഭയങ്കര നല്ല സൂപ്പർ ലെവലിലേക്ക് എത്തിയിരിക്കുന്ന എത്രയോ പേരുടെ പേര് നോക്കാം, അവർക്കൊക്കെ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ ശരി, പവിത്രം ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ അരി പറക്കുന്നത് ശ്രീകാന്ത് ആണ്. അരി പറക്കുന്നതെന്ന് വെച്ചാല് കൂടുതൽ ടേക്ക് പോണത് ആണോ? നോ, അവിടെ യെസ് രണ്ടുപേരും രണ്ട് ആൻസർ ആണ്. ശ്രീകാന്ത് പറഞ്ഞു ശ്രീകാന്ത് ആണ് ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കണത് ആണോ? ഇല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ആണ്. സുരഭിക്ക് ചില സമയത്ത് മലയാളം അത്ര ഫ്ലുവന്റ് അല്ല, അപ്പൊ ചില വേർഡ്സ് തെറ്റിപ്പോവും. അപ്പൊ അതൊരു ചിലപ്പോ റീടേക്ക് എടുക്കേണ്ടി വരും. ബട്ട് ഇന്നലെ ഒരു പൊട്ടത്തന്നത്തിനാ റീടേക്ക് എടുത്തത്. ഇങ്ങനെ വിക്രം കയറി വരുന്ന ഒരു സീനുണ്ട് ബൈക്കില്. ഞാൻ അവിടെ ക്യാമറ എന്റെ വ്യൂ പോയിന്റില്, അദ്ദേഹം ബാക്കിൽ നിന്ന് കയറി വരും. ഞാൻ അവിടെ ഇരുന്ന് കോസ്റ്റ്യൂം അഡ്ജസ്റ്റ് ചെയ്യാം. സുനിലേട്ട എടി ടേക്കാണ്. അപ്പൊ ഞാൻ അത് ഇപ്പൊ ചില സമയത്ത് എനിക്ക് ആദ്യമൊക്കെ, ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ആളായോണ്ടാണ് ഇപ്പൊ ലേറ്റ് ക്യാച്ച് ചെയ്ത് നിൽക്കാൻ പറയും. തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോലും നമ്മള് ഒരു ക്യാമറ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പൊ സുരഭിക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ട് ക്യാമറ മുന്നിൽ അഭിനയിച്ച. അപ്പൊ സുരഭി പല കാര്യത്തിലും എന്നെ ഹെൽപ്പ്, ചില ടൈമിങ്ങിലും ചില ഇപ്പൊ ക്യാമറ ഫേവർ ചെയ്യണം ചില സമയത്ത്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ സെറ്റായി. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചില ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യത്തിൽ സുരഭിക്ക് ചിലപ്പോൾ ചെറിയൊരു മറ്റേ അങ്ങനെ, അപ്പൊ അത് ചിലപ്പോൾ റീടേക്ക് എടുക്കും. അങ്ങനെ ഇന്നാളെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ എനിക്ക് കിട്ടിയ ആൻസറിൽ രണ്ടുപേരും രണ്ട് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഒരു പനിഷ്മെന്റ് ഉണ്ടാവും. പനിഷ്മെന്റ് എന്ത് കൊടുക്കണം പ്രൊഡ്യൂസറാ തീരുമാനിക്കണം. എന്ത് കൊടുക്കണം? പ്രൊഡ്യൂസർക്ക് ഇവിടെ ഡയലോഗ് റീക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ സീരിയലിനകത്ത് തന്നെ പവിത്രത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരുമിച്ച് അഭിനയിച്ച കോമ്പിനേഷൻ സീനിലോ ഏതെങ്കിലും ഒരു ഡയലോഗ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം. നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷെ എന്നെ വീട്ടില് വിടും, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് പറയും ഞാൻ നിന്നെ ചിലപ്പോഴൊക്കെ മിസ് ചെയ്യും എന്ന് തോന്നുന്നു. നമ്മള് എപ്പോഴും അടിയായിരുന്നെങ്കിലും അത് നീ ഇവിടെ നീ വീട്ടിലില്ലാത്തപ്പോ അത് മിസ് ചെയ്യുമെന്ന് തോന്നുന്നു. അത് ഭയങ്കര വൈറലായിട്ടുള്ള. എപ്പോഴൊക്കെയോ ഈ വേതാളത്തിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ പറയുന്നില്ലേ? ചെയ്തോളൂ. അല്ല, എനിക്ക് അറിഞ്ഞൂടാ ഡയലോഗ്. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഡയലോഗിലും പറഞ്ഞാൽ മതി. എപ്പോഴൊക്കെയോ ഞാൻ വേതാളത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മളെ വഴക്കും ഇത്. ഓക്കെ റെഡി. സംഭവം നീ എനിക്കൊരു തലവേദനയാണെങ്കിലും എപ്പോഴൊക്കെയും ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സോ എനിക്ക് നിന്നെ മിസ് ചെയ്യും. ഇവിടെ തിരിച്ച് ഡയലോഗ് ഒന്നും പറയൂല. ഇല്ല, ഞാനിങ്ങനെ നോക്കുന്നത്. ഓക്കെ കൂൾ. റെഡി, അടുത്ത ചോദ്യം. വിക്രമും വേദിയും തമ്മിൽ ഇടികൂടുന്നത് പോലെ സുരഭിയും ശ്രീകാന്തും തമ്മിൽ ഒരിക്കൽ ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായിട്ടുണ്ട്. നോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നല്ല ബഡീസ് ആണ്. യെസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യാറുണ്ട്? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോ അവിടെ കുശലൊക്കെ പറയാൻ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇപ്പോ അശ്വതി പിന്നെ കഴിഞ്ഞ ട്രിപ്പിലാണ് പിന്നെ ശ്രീലങ്ക അവിടെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിക്കും, എന്റെ അടുത്ത് ചിലപ്പോ പറയും ഞാൻ ഇന്ന ദിവസം ശ്രീലങ്കയിൽ പോവാന്ന്. അപ്പൊ പുള്ളിക്കാരി അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോറി ഇടും, ഗസ് ദ കൺട്രി. അപ്പൊ ഞാൻ മെസ്സേജ് അയക്കും ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട്. അല്ല, പൊതുവെ സീരിയലും ഇതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന പൈസ അത് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സീരിയലിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം സുരഭി ഓടും അത്ര. പോയിട്ട് നേരെ അടുത്ത ഏതെങ്കിലും ഒക്കെ ട്രിപ്പ് യാത്രകൾ പോവും. ടൂറ് ഭയങ്കര ഇഷ്ടമാണ്. ഈ വർഷം ഏപ്രിലല്ലേ ആയുള്ളൂ, ഞാൻ 2 കൺട്രീസിൽ പോയി. ഫിലിപ്പീൻസിൽ പോയി, ശ്രീലങ്കയിൽ പോയി. ഇവിടെയൊക്കെ പോണത് ആരുടെ കൂടിയാ? ഞാൻ ഫിലിപ്പീൻസിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി, ശ്രീലങ്കയിൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. ഓക്കെ, അപ്പം ആരെങ്കിലും ഒക്കെ ആയിട്ട് അതോ സോളോ ട്രിപ്പ് ഇഷ്ടമാണോ?
ഞാൻ സോളോ ട്രിപ്പ് ചെയ്തിട്ടില്ല, ഇതുമില്ല. ചെയ്യണമെന്നുണ്ട്. ആ. പക്ഷെ എനിക്ക് തോന്നുന്നു ബോറടിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ഇനി ഇങ്ങനെ ഒരു ടൈം കിട്ടില്ല, അപ്പൊ പോവാൻ ഇഷ്ടമുള്ള എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അടുത്ത് പോണ സ്ഥലം ടർക്കി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് ഫിനിഷ് ചെയ്യാനുള്ള കൺട്രീസ് ഏതൊക്കെയാ? ഈ വർഷം ഇനി ഞാൻ എന്റെ ഹസ്ബൻഡ് കുറച്ച് ബ്രേക്ക് ടയേർഡ് ആവും. ഇതെന്ന് വെച്ചാ 15 days നമ്മൾ ഷൂട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി ഒരു 2-3 days വീട്ടിൽ കാണും, പിന്നെ ട്രിപ്പിൽ പോകും. അടുത്ത ഷൂട്ടിന്റെ ഷെഡ്യൂളിന്റെ ഒരു ദിവസം മുമ്പായിരിക്കും ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹെക്ടിക് ആവും ചിലപ്പോഴൊക്കെ. അപ്പൊ ഞാൻ എന്നെ പറഞ്ഞു ഇനി ഒരു 2 ഇപ്പൊ എസ്പെഷ്യലി ഹോസ്പിറ്റലൊക്കെ അവസാനം ഒരു ദിവസം മുമ്പാണ് വന്നത്. അപ്പൊ പിന്നെ ഇത്തവണ ഇതൊക്കെ ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 2 മാസം നമുക്ക് ബ്രേക്ക് എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടർക്കി പോവാൻ കേട്ടോ. ആൻഡ് എനിക്ക് പാവം തോന്നും ചിലപ്പോഴൊക്കെ. 15 days ഉള്ളൂ. 15 days കൊറേ പ്ലാൻസ് ഉണ്ടാക്കി ആൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഞാൻ എത്തുമ്പോഴത്തേക്കും നീ എത്തിയിട്ട് നമുക്ക് ഇവിടെ പോകണം, പിന്നെ ഇവിടെ പോകണം, ഇവിടെ ഫുഡ് കഴിക്കാൻ പോകണം, ഞാൻ ഒരു പുതിയ റെസ്റ്റോറന്റ് കണ്ടു, അവിടെ പോകണം, ഇവിടെ. അപ്പൊ എനിക്ക് വേണ്ടെന്ന് പറയാനും തോന്നില്ല, ബിക്കോസ് അത്രയും സമയം കിട്ടുന്നുള്ളൂ ഒരുമിച്ച്. അപ്പൊ മാക്സിമം എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ നോക്കും അങ്ങനെ. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലാണ് പവിത്രം. പവിത്രത്തിലെ വിക്രവും വേദയും, അതായത് വിക്രമാദിത്യനും വേതാളവും ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ്. ഈ സീരിയലിൽ അഭിനയിക്കുന്ന 2 താരങ്ങളെയും, നായകനെയും നായികയും നമുക്ക് വളരെ സുപരിചിതരാണ്. ഇപ്പോൾ വിശേഷങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് വിക്രവും വേദയും. സീരിയലിൽ ശത്രുക്കളാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ വലിയ കൂട്ടുകാരാണ്.